ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെന്ന പാക്കോ നീലയമരി പാക്കോ ഒന്നും ഇടാതെ എങ്ങനെ നമ്മുടെ മുടി കറുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു നാച്ചുറൽ ഡൈ ഉപയോഗിക്കാതെയാണ് എൻ്റെ മുടി കണ്ടത്. നിങ്ങൾ ഇതുപോലെ തന്നെ 1-1.5 വർഷമായി എൻ്റെ മുടി കറുത്തിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പം ഇതിപ്പോൾ പാക്ക് ഉണ്ടാക്കാനും ഇടാനും മടിയുള്ളവർക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു എണ്ണ ഉണ്ടാക്കുന്നതാണ്. ഈ എണ്ണ ഉപയോഗിച്ചാണ് എൻ്റെ മുടി ഇതുപോലെ എപ്പോഴും കറുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസിയല്ലേ, ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട കുറച്ച് ചേരുവകളുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി ഉണ്ടാക്കി എടുത്താൽ മതി. ഉള്ളു നര കുറയുന്നതോടൊപ്പം തന്നെ നമുക്ക് പുതിയതായി വരുന്ന മുടികൾ നരക്കാതിരിക്കാനും കൂടി ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും മുടി നര വരാറുണ്ട്. ഒന്നാമത് പാരമ്പര്യം, പിന്നെ പല അസുഖങ്ങൾ കാരണം ഒക്കെ വരാറുണ്ട്. അധികവും കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ നര കാണുന്നത് ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ടാണ്. അമിതമായ സ്ട്രെസ്സ്, പിന്നെ പല ഷാമ്പുകൾ, മരുന്നുകൾ, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നര വരാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ ഉണ്ടാക്കാനായി വേണ്ടത് മൈലാഞ്ചി ഇലയാണ്. ഇത് ഇവിടെ തന്നെ ഉള്ള മൈലാഞ്ചിയുടെ ഇലയാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില. ഇത് ഞാനിവിടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതാണ്. മൈലാഞ്ചി ഇല എടുക്കുമ്പോൾ കുറച്ച് നല്ല മൂത്ത ഇലകൾ തണ്ട് നോക്കി എടുക്കാൻ ശ്രമിക്കണം. പിന്നെ വേണ്ടത് നീലയമരി ഇലയാണ്. ഇത് നമ്മുടെ പറമ്പിൽ ഇല്ലെങ്കിൽ നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇതെൻ്റെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ പറമ്പിലുള്ള ഇലകളാകുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം എടുക്കാം. അല്ലാത്തതാണെങ്കിൽ നന്നായി കഴുകി വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഞാൻ നീലയമരി ഇലയും കുറച്ച് പറിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂവ് കുറച്ച് അധികം തന്നെ വേണം. പക്ഷേ ഇവിടെ നല്ല മഴയായത് കാരണം എനിക്ക് അധികം പറിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് 2-3 എണ്ണം ഇന്നലെ ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പനിക്കൂർക്കയില. നമുക്കറിയാം പണ്ടുള്ള ആൾക്കാർ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ മുടി വളരാനും നര വരാതിരിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഈ എണ്ണ സ്ഥിരമായി ഉപയോഗിച്ചാൽ നര മാറുന്നതായിരിക്കും. പിന്നെ വരുന്ന മുടിയിഴകളും നരക്കാതിരിക്കും. ഇനി ഞാൻ എടുത്തിട്ടുള്ള ആര്യവേപ്പിലയാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മാത്രം ആര്യവേപ്പില എടുത്താൽ മതി. ഞാനിത് ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇലയും ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മൈലാഞ്ചി ഇല, കറിവേപ്പില, പിന്നെ പനിക്കൂർക്കയില, നീലയമരിയില, ചെമ്പരത്തിപ്പൂവ് എല്ലാം കൂടി ഇതവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിൽ കൂടുതൽ എടുത്തിട്ടുള്ളത് നീലയമരിയിലയും മൈലാഞ്ചി ഇലയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കറ്റാർ വാഴ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ കറ്റാർ വാഴ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഈ എണ്ണ കാച്ചുന്നത് നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല, നന്നായി മുടി വളരാനും സഹായിക്കും ഈ എണ്ണ. അപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട നെല്ലിക്കയാണ്. നെല്ലിക്ക നമ്മുടെ മുടി കറുപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നെല്ലിക്ക ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. നാടൻ നെല്ലിക്ക കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത്. 2 നെല്ലിക്കയും കൂടി ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തതാണ്. ഇലകൾ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാനിത് അടിച്ചെടുക്കുന്നുള്ളത്. അത് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഇല്ലാത്തവർ മാത്രം മറ്റേതെങ്കിലും പാത്രത്തിൽ എണ്ണ കാച്ചിയാൽ മതി. ഞാൻ എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ കാച്ചാറ്. നിങ്ങളിൽ കുറേ പേരെങ്കിലും ഇതുപോലെ എണ്ണ കാച്ചി തലയിൽ തേക്കാറുണ്ടാകും. നമ്മൾ ഈ എണ്ണ കാച്ചിയെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലോ വേറെ നല്ലെണ്ണയോ ഏതാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി നമുക്കൊന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ സമയം നമ്മളിതിവിടെ മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷമാണ് ഇത് അടുപ്പിലേക്ക് വെക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ നന്നായി ഇത് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഈ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂർ സമയമായി. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കി ഇതിൻ്റെ കളറൊക്കെ, ഈ എണ്ണയുടെ കളറ് ഇപ്പം ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ അടച്ച് വെച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ. ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റ് സമയം ഞാനിത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇളക്കി കൊടുത്ത് നമ്മൾ അടുത്ത് നിന്ന് തന്നെ തിളപ്പിക്കണം, കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ ഇലകളെല്ലാം കുറച്ച് മൊരിഞ്ഞ് വരും കേട്ടോ, കരിയാൻ പാടില്ല. ഇതൊക്കെ കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഞാൻ 20 മിനിറ്റ് തിളപ്പിച്ചെടുത്താണ്. ഇപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ. ഇനി ഇത്
ഈ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ ഒരു ദിവസം മൂടി വെക്കണം. നാളെയാണ് കേട്ടോ നമ്മൾ ഇതെടുത്തിട്ട് ബോട്ടിലൊക്കെ ആക്കേണ്ടത്. നമ്മുടെ മുടിക്ക് മെലാനിൻ്റെ കുറവുണ്ടാകുമ്പോഴാണ് മുടി നരയ്ക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം അയൺ ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് എടുക്കാം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ പിറ്റേ ദിവസം ഇതാ കണ്ട നന്നായി തന്നെ ഇത് കറുപ്പ് നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട് ഈ എണ്ണ. ഇത് നമ്മൾ തലേ ദിവസം രാത്രി ഒന്ന് തലയിൽ ചെറുതായി ഒന്ന് പുരട്ടി കൊടുത്ത് നന്നായി ഒന്ന് മസാജ് ചെയ്ത് മുടിയൊക്കെ കെട്ടിക്കിടക്കാം. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഷാമ്പൂ ഇട്ട് കുളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഈ എണ്ണ തലയിൽ അപ്ലൈ ചെയ്യാൻ നോക്കണം. എന്നാൽ നമ്മുടെ മുടി ഒരിക്കലും ഈ നര കൂടുതൽ വരില്ല. കുറച്ച് നര വരുമ്പോൾ തന്നെ അത് കറുത്തോളും. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഹെന്ന പാക്കൊക്കെ ഇടാം കേട്ടോ. ഹെന്ന പാക്ക് തീരെ ഇടണ്ടെന്നല്ല പറയുന്നത്. അപ്പോൾ ഹെന്ന പാക്ക് ഇടുമ്പോഴും പെട്ടെന്ന് തന്നെ നമ്മളെ മുടി കറുക്കും. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഹെന്ന ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പം നമ്മളെ മുടി അങ്ങനെ ഒരു നര കാണില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ എണ്ണ ഒന്നും നമ്മൾക്ക് ചെയ്യേണ്ടിയും വരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മുടി അങ്ങനെയൊന്നും കറുക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. കാരണം നമുക്ക് ഹെന്ന അപ്പം ഇടാൻ സമയമില്ലാത്തവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ കുറേ പേർക്കൊക്കെ നീലയമരി അലർജിയാണ്. പക്ഷേ ഇതുപോലെ എണ്ണ കാച്ചിയെടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അലർജി ഉണ്ടാവുന്നില്ല. അതുമാത്രമല്ല മുടി നന്നായി വളരുന്നതാണ് കേട്ടോ. നമ്മളെ കൊഴിഞ്ഞു പോയ മുടികളും പിന്നെ നല്ല മുടി കിളിർത്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. ഞാൻ ഇതുപോലെ തുണിയിലാണ് എപ്പോഴും അരിച്ചെടുക്കാറ്. അതാകുമ്പോൾ നമുക്ക് നന്നായി തന്നെ പിഴിഞ്ഞ് മുഴുവൻ എണ്ണയും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്ന സമയത്ത് ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലയും എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം താളി ഉണ്ടാക്കി അതിൽ കുറച്ച് ഷാമ്പു മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാമ്പു ഉപയോഗിക്കാൻ പറ്റില്ല. ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം, അല്ല താളിയാണെങ്കിൽ താളി ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയുടെ കളർ കണ്ടാൽ തന്നെ അറിയാം, നല്ല കറുപ്പ് കളറാണ് നമ്മുടെ ഈ എണ്ണയുടെ കളറ്. ഇനി നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് ഗ്ലാസ് ബോട്ടിലിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും ഏറ്റവും നല്ലത് ഇതാണ്. പിന്നെ ഇതുപോലെ എണ്ണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും മൈലാഞ്ചി ഇലയും നീലയമരി ഇലയും തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾക്ക് വീട്ടിലില്ലെങ്കിൽ ഇപ്പോൾ ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് തീരെ കിട്ടാത്തവർക്ക് മാത്രം മൈലാഞ്ചി പൊടിയും പിന്നെ നീലയമരി പൊടിയും ചേർത്തിട്ടും ഇതുപോലെ എണ്ണ കാച്ചി എടുക്കാം കേട്ടോ. പക്ഷേ മറ്റേതായിരിക്കും ഏറ്റവും നമുക്ക് ഗുണമുള്ളത്. വാങ്ങിക്കുന്ന മൈലാഞ്ചിയും നീലയമരി പൊടിയൊക്കെ എത്ര മാത്രം ഫ്രഷാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇല്ലാത്തവർ മാത്രം അത് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.